എന്നിട്ട് ഇവിടെ കുട്ടീനെയും കൊണ്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ തന്നപ്പോൾ ദേ ടീച്ചറുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിയല്ല, ഇത് ഭഗവാന്റെ കുട്ടിയാണ്, ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പഠിക്കാനായാലും ഇതിനൊക്കെ ഒത്തിരി ബാക്ക് പോയിപ്പോൾ ഞങ്ങൾ നാരായണനാമം ഇവിടെ എഴുതി അർപ്പിച്ചോളാം എന്ന് വിചാരിച്ച് ചെയ്തു. അപ്പോൾ ആ പ്രാവശ്യം നല്ല മക്കൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. എവിടെ കൃഷ്ണൻ്റെ അമ്പലം എന്ന് പറഞ്ഞാലും അവിടെ എല്ലാം വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും വിഷ്ണുവിൻ്റെ പൂജയും വിഷ്ണുവിൻ്റെ മന്ത്രങ്ങളാവും പുഷ്പാഞ്ജലിക്കല്ല. പക്ഷേ ഇവിടെ പ്രത്യേകത ഇത് കൃഷ്ണനായിട്ട് തന്നെ സങ്കല്പിച്ച് പുഷ്പാഞ്ജലി കഴിക്കുകയാണ്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടിനടുത്തുള്ള രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രസന്നിധിയിലാണ്. കോരിച്ചൊരിയുന്ന മഴയത്താണ് നമ്മൾ ഈ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം നന്ദിയാർ അഥവാ കുറുമാലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് അതിമനോഹരമായ ചെറിയൊരു ചതുര ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ദർശനമായി ഇരു കൈകളിലും വെണ്ണയും പിടിച്ചു നിൽക്കുന്ന ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ വളരെ നിഷ്കളങ്കനും പിടിവാശിക്കാരനുമായി പുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്ന ഭാവത്തിലാണ് ശ്രീകൃഷ്ണൻ ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നത്. പുരാതന കാലത്ത് കുണ്ടിൽ കിഴക്കിനടുത്ത് മന, പന്തൽ മന, നടുവ മന, പറമ്പുക്കര മന, കിഴക്കിനേടം മന എന്നീ 5 മനകളിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാണ് ഈ ഭഗവാനെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. പല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണുവിനെയാണ് ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ ആരാധിക്കുന്നത്. എന്നാൽ ഈ രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ഭഗവാൻ ഇരു കൈകളിലും വെണ്ണയും പിടിച്ചു നിൽക്കുന്ന ബാലരൂപഭാവത്തിലാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ഈ രൂപഭാവത്തിലുള്ള ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിലെത്തി നേതിപ്രിയനായ ശ്രീകൃഷ്ണന് വെണ്ണ, കദളിപ്പഴം, അവൽ, പാൽപ്പായസം എന്നീ നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ഏതൊരാഗ്രഹവും ഉടൻ സാധ്യമാകും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ നട തുറന്നിരിക്കുന്ന ഏതൊരു സമയത്തും ഭക്തർ കൊണ്ടുവരുന്ന പാൽ നിവേദിക്കണം എന്നുള്ളതാണ് ആ പ്രത്യേകത. ഈ നിവേദിപ്രിയനായ ഭഗവാന് ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അത്യപൂർവമായ ഒരു വഴിപാടാണ് ദധ്യന്നം. ഈ വഴിപാട് വർഷത്തിലൊരിക്കൽ ധനുമാസത്തിലെ 30 ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും സന്താന ലബ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനുമായിട്ടാണ് ഭക്തർ ഭഗവാന് ഈ ദധ്യന്നം വഴിപാട് സമർപ്പിക്കുന്നത്. രാപ്പാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ദധ്യന്നം എന്ന് പറയും. അത് ഒരു നിവേദ്യമാണ്, വിശേഷാൽ നിവേദ്യമാണ്. എല്ലാ ദിക്കിലും അങ്ങനെ കണ്ടിട്ടുള്ളതല്ല, സർവ്വസാധാരണമല്ല. ഇത് വർഷത്തിലൊരിക്കൽ ധനുമാസം 1-ാം തീയതി മുതൽ 30 ദിവസമാണെങ്കിൽ 30 ദിവസം, 31 ഉണ്ടെങ്കിൽ 31 ദിവസം, അങ്ങനെയാണ് അതിൻ്റെ കണക്ക് എല്ലാ ദിവസവും. ഇത് പ്രധാനമായിട്ടും സന്താനലബ്ധിക്ക് വിശേഷമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ എല്ലാവിധ ശ്രേയസ്സിനും ഇത് കഴിച്ചു വരാറുണ്ട്. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഫലസിദ്ധി ഉണ്ടായിട്ടുള്ളതാണ്. ദൂരദേശത്തു നിന്ന് പോലും ആൾക്കാർ വരാറുണ്ട്. നിവേദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ള നിവേദ്യം, അതിൽ തൈര്, ഉപ്പുമാങ്ങ, ഉപ്പ്,
കുരുമുളക്, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് പാകം ചെയ്തിട്ട് അതിനൊരു പ്രത്യേകത ഉള്ളത് ഉദയത്തിന് മുമ്പ് നിവേദിക്കണം. അതാണ് ദധ്യന്നത്തിൻ്റെ പ്രത്യേകത. ഇത് മഹാഭാരത യുദ്ധകാലത്ത് രാവിലെ നേരത്തെ യുദ്ധത്തിന് പോവും, ഉദിച്ചാൽ അസ്തമയം വരെയാണ് യുദ്ധം. അപ്പോൾ അത്രയും നേരം വിശപ്പോ ദാഹമോ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതെ കണ്ട് നമ്മൾ ഊർജ്ജസ്വലനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഭക്ഷണം നേരത്തെ കഴിച്ചാലാണ് നമുക്ക് ശരീരത്തിനായാലും മനസ്സിനായാലും ഒക്കെ ആരോഗ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാഞ്ചാലി ഈ പാണ്ഡവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ കൃഷ്ണനും ഈ പറഞ്ഞ നിവേദ്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ എന്ത് കാര്യസാധ്യത്തിനും, ഒരു യുദ്ധം ജയിക്കുക എന്ന് പറഞ്ഞാൽ കാര്യസാധ്യം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യസാധ്യത്തിനായിട്ട് വളരെ പ്രത്യേകതയുള്ളൊരു വഴിപാടാണ്. ഈ ദധ്യന്ന കാലത്ത് കുട്ടികളെ ശ്രീകൃഷ്ണനായിട്ട് തന്നെ സങ്കല്പിച്ച് നമ്മളിവിടെ ഊട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് നേരിട്ട് ഒരു ഇത് സമർപ്പിക്കാൻ സാധിക്കുമ്പോൾ ആ കുട്ടികളുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം അതും നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരുകയാണ്. വേറൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് സഹസ്ര ചതുരാക്ഷരി എന്ന് പറയും. 1008 ഉരു നമ്മൾ കൃഷ്ണൻ്റെ മൂലം പുഷ്പാഞ്ജലി കഴിക്കുകയാണ്. അത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. എവിടെ കൃഷ്ണൻ്റെ അമ്പലം എന്ന് പറഞ്ഞാലും അവിടെ എല്ലാം വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാവും, വിഷ്ണുവിൻ്റെ പൂജയാവും, വിഷ്ണുവിൻ്റെ മന്ത്രങ്ങളാവും പുഷ്പാഞ്ജലിക്കല്ല. പക്ഷേ ഇവിടെ പ്രത്യേകത ഇത് കൃഷ്ണനായിട്ട് തന്നെ സങ്കല്പിച്ച് പുഷ്പാഞ്ജലി കഴിക്കുകയാണ്. അതങ്ങനെ വിശേഷമായിട്ടുള്ള ദിക്കിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ പ്രതിഷ്ഠ തന്നെ അങ്ങനെയാണല്ലോ, ചതുർബാഹുവല്ല, 2 കയ്യിൽ വെണ്ണ പിടിച്ച് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ്. കണ്ടാൽ തന്നെ നമുക്കറിയാം അത് വെണ്ണകൃഷ്ണനാണ്, ഉണ്ണികൃഷ്ണനാണ് എന്നുള്ളത്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണനെ സങ്കല്പിച്ചാണ് ഈ ചതുരക്ഷരി എന്ന് പറയുന്നത് 4 അക്ഷരം കൊണ്ടുള്ള ഒരു മന്ത്രമാണ്. അപ്പോൾ ആ മന്ത്രത്തിനാൽ 1008 ഒരു പുഷ്പാഞ്ജലി കഴിക്കുന്നു. കൂട്ടത്തിൽ മഹാനിവേദ്യമായിട്ട് വെണ്ണ, കദളിപ്പഴം, ത്രിമധുരം, പാൽ നിവേദ്യം ഇതെല്ലാം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പുഷ്പാഞ്ജലി നേദിച്ചു കഴിഞ്ഞാൽ പുഷ്പാഞ്ജലിയും കഴിക്കുന്നു. പിന്നെ അഭിഷേകവും, അതിനും സപ്തശുദ്ധി, പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം ഈ മന്ത്രങ്ങളെ കൊണ്ടൊക്കെ, വേദാദി ഇതിനെ കൊണ്ടൊക്കെ അഭിഷേകവും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഈ സഹസ്ര ചതുരക്ഷരി എന്ന് ഒരു വഴിപാടാക്കി ആൾക്കാരെ കൊണ്ട് അവർക്ക് സമർപ്പിക്കാൻ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കാര്യസാധ്യം തന്നെയാണ് അതിൻ്റെ പ്രധാനം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിച്ചു തരാൻ, നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും തീർന്ന് നമുക്ക് വേണ്ടതുപോലെ ആവാൻ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ, നമ്മളത് ഭഗവാനെ സമർപ്പിക്കണം. അപ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടത് അത് തരും. വേറൊരു പ്രത്യേകമായിട്ടുള്ളൊരു വഴിപാടാണ് പട്ടുകോണകവും ഓടക്കുഴലും. അതും നമ്മൾ ഭഗവാനെ സമർപ്പിക്കണം. അതൊരു പ്രത്യേകതയാണ്. വേറെ എവിടെ പട്ട് സമർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, പക്ഷേ ഈ പട്ടുകോണം അത് അപൂർവമാണ്. ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത് ഈ പ്രതിഷ്ഠയെങ്കിലും ഈ സങ്കല്പത്തിലും പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു. അതിലും വളരെ പ്രധാനമായിട്ടുള്ളതാണ് തൃക്കൈ വെണ്ണ എന്ന് പറഞ്ഞ വഴിപാടുണ്ട്. ആ ഭഗവാന്റെ 2 കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ആ കൈകളിലേക്ക് വെണ്ണ സമർപ്പിക്കുകയാണ്. അതാണ് തൃക്കൈ വെണ്ണ എന്ന് പറയുന്നത്. അത് വളരെ വിശേഷമാണ്. പിന്നെ പാൽ നിവേദ്യം. ഇവിടെ അത്താഴപൂജ കഴിഞ്ഞാലും പാൽ ഒരാൾ കൊണ്ടുവന്നാൽ നേദിക്കാണ്ട് കൊടുക്കാൻ പാടില്ല. സാധാരണ ഏത് അമ്പലത്തിലും അത്താഴപൂജ കഴിഞ്ഞാൽ പിന്നെ ഒന്നും നേദിക്കില്ല. പക്ഷേ ഇവിടെ അത്താഴപൂജ കഴിഞ്ഞിട്ടായാലും പാല് കൊണ്ടുവന്നാൽ നേദിക്കാണ്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ആ പാലിനോടുള്ള പ്രത്യേകത എന്താ, അതും ആ സങ്കല്പത്തിൻ്റെ തന്നെയല്ലേ, ഉണ്ണികൃഷ്ണനാണ് എന്നുള്ള സങ്കല്പമല്ലേ. ഇനി രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുമ്പായി ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ശ്രീകൃഷ്ണ ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തിയോട് ചേർന്ന് മഹാഗണപതിയുടെ സങ്കല്പം ഇവിടെയുണ്ട്. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തായി തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു സർപ്പക്കാവും ഇവിടെയുണ്ട്. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് മതിൽക്കെട്ടിനകത്തായി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ചതുര ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ശ്രീ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ഈ ഉപപ്രതിഷ്ഠകളിൽ ദുർഗാ ഭഗവതി ശ്രീകൃഷ്ണൻ്റെ സഹോദരി ഭാവത്തിലാണ് ഇവിടെ കുടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശന ക്രമം അനുസരിച്ച് ഈ രാപ്പാൾ ശ്രീകൃഷ്ണനെ ദർശനം ചെയ്യുന്നതിന് മുമ്പായി ഈ ദുർഗാ ഭഗവതിയെ ദർശനം ചെയ്ത ശേഷം മാത്രമേ ശ്രീകൃഷ്ണനെ ദർശനം ചെയ്യുവാൻ പാടുള്ളൂ എന്നാണ് ക്ഷേത്രവിധി. എന്നാൽ മാത്രമേ ശരിയായ ദർശന സൗഭാഗ്യം ഭക്തർക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം.
കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ അടുത്ത് മറ്റൊരു അമ്പലമുണ്ട്, കഴുവിലങ്ങ്. അവിടുത്തെ ഒരു എമ്പ്രാന്തിരി മുഖേനയാണ് ഞങ്ങൾ ഈ അമ്പലത്തിനെ പറ്റി അറിഞ്ഞത്. ആ എമ്പ്രാന്തിരിയോട് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ മകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചധികം സമയമായി, കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എല്ലാ ചികിത്സകളും നടത്തുന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും ഡോക്ടർമാരും പറയുന്നത് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എമ്പ്രാന്തിരി പറഞ്ഞത്, ഇങ്ങനെ രാപ്പാട് ഒരു ക്ഷേത്രമുണ്ട്, ഇതിന് പ്രസിദ്ധമാണ്, അവിടെ പോയി പൂജകളും കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫലപ്രാപ്തി കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ ഞങ്ങളും തീരുമാനിച്ചു ഇവിടെ വന്ന് പൂജ നടത്താമെന്ന് വിചാരിച്ചു. തീരുമാനിച്ചു കഴിഞ്ഞ് ഇവിടെ എത്തുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ അവിടെ നിന്ന് വിട്ടി അവർക്ക് വിശേഷമാണെന്ന് പറഞ്ഞ് നമുക്ക് വിവരം കിട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും അപ്പം മുന്നേ തന്നെ ഭഗവാൻ പ്രസാദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് പൂജകൾ നേർന്ന് അത് എല്ലാ മാസവും തിരുവോണ ദിവസം അത് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാ തിരുവോണ ദിവസവും കുടുംബസമേതം ഇവിടെ വന്ന് ആ പൂജ നടത്തി പോകാറുണ്ട്. ഞാൻ സ്കൂൾ വിട്ട് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി അവിടെ നിൽക്കുകയാണ്, ജോലി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട്, ആ കുട്ടി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി ടീച്ചറെ, ഇതുവരെ കുട്ടികളുണ്ടായിട്ട് കുറേ ചികിത്സയൊക്കെ നടത്തി. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ രാപ്പാൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്ന് തൊഴുവെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ കുട്ടി ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞ് ഞാൻ കുറേ ചികിത്സയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചികിത്സകൾ നടത്തിക്കോളൂ, ഇതും ചികിത്സയായിട്ട് ബന്ധമില്ല, ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴുവെന്ന് പറഞ്ഞ് ആ കുട്ടി ഇങ്ങനെ വന്നു തൊഴുത്. കുറച്ച് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആയി എന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നത്തെ ദൈധ്യന്നം വരുന്ന സമയത്ത് ആ കുട്ടി പ്രസവിച്ച് ഇവിടെ കുട്ടീനെയും കൊണ്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ ടീച്ചറുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിയല്ല, ഇത് ഭഗവാന്റെ കുട്ടിയാണ്, ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വിഭാഗം ഡോക്ടറുണ്ട്, ഇരിങ്ങാലക്കുട. അവർക്ക് 8 കൊല്ലമായിട്ട് ഇങ്ങനെ കുട്ടികളില്ല, ഭാര്യ ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു ഇങ്ങനെ 8 കൊല്ലമായി കുട്ടികളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ത് പറഞ്ഞു, ഇങ്ങനെ അവരുടെ അമ്മോട് ഒരു 10 രൂപ ഒഴിഞ്ഞു വെച്ച് നിങ്ങൾ നന്നായിട്ട് രാപ്പാള അമ്പലത്തിന് ഞാൻ കുട്ടികളുണ്ടായ ഇവിടെ വരാം എന്ന് പറഞ്ഞ് ഒന്ന് 10 രൂപ ഒഴിഞ്ഞു വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ അമ്മ അപ്പം തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു 10 രൂപ, ഏറ്റവും കുറവ് ഒരു 10 രൂപയെങ്കിലും മനസ്സിൽ നന്നായി വിചാരിച്ച് രാപ്പാള അമ്പലത്തെ കൃഷ്ണനെ വിചാരിച്ച് നന്നായി ഒഴിഞ്ഞു വയ്ക്കുക. അതിന് ശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു 8 കൊല്ലമായി ഗൈനക്കോളജിസ്റ്റും കൂടിയാണ്, ഇതുവരെ ഉണ്ടാവാതെ ഇപ്പോൾ 2 കുട്ടികൾ കൃഷ്ണനും രാമനും എന്ന് പേരിട്ട് അങ്ങനെ ഒരനുഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ അമ്മയുടെ ആങ്ങളയുടെ മോൾക്ക് കുട്ടിയില്ല, 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതേപോലെ അവർ ചെയ്തു, ഇവിടെ വന്ന് ദൈധ്യന്നം വഴിപാട് കഴിച്ചു. അവർക്കും ഇതേപോലെ 2 ട്വിൻസ് കുട്ടികളാണ്, 2 പെൺകുട്ടികളുണ്ടായി. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കുറേ കുട്ടികൾ ഇതുപോലെ എൻ്റെ മോളുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മോൾക്ക് കുട്ടികളില്ലാണ്ട് അവരിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇതേപോലെ ദൈധ്യന്നം വഴിപാടൊക്കെ കഴിച്ച് പോയി, കുട്ടികളുണ്ടായിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ തൊഴുതു. എൻ്റെ അനുഭവത്തിൽ ഇന്നിപ്പോൾ വന്നു ഒരു സ്ത്രീ, തൊട്ടിപ്പാളുള്ളതാ, മകള് സമ്മതിക്കണില്ല അമ്പലത്തിൽ വരാൻ, നാട്ടിൽ തന്നെ മകളുണ്ട്, വരാൻ സമ്മതിക്കണില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങൾ വന്ന് തൊഴുതു, അമ്മയല്ലേ, മോള് വന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഇന്ന് ആ കുട്ടി ഇവിടെ വന്നു. മോൾക്ക് വിശേഷമുണ്ട് ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് തൊഴുതു പോയി, ഇപ്പോൾ വിശേഷമായിരിക്കുകയാണ്, അതാണ് ഞാൻ ഇന്ന് തൊഴാൻ വന്നേക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു കുട്ടി എന്നോട് വന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറേ അനുഭവങ്ങൾ കൃഷ്ണൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഭാഗവത ആചാര്യനാണ്. 1998 ഇവിടുന്നാണ് എൻ്റെ ഭാഗവത സപര്യ ആരംഭിക്കുന്നത്. പെരുമ്പള്ളി കേശവ നമ്പൂതിരിയാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെയും ഭാഗവത സപര്യ ആരംഭിക്കുന്നത് ഏകദേശം 87 കാലഘട്ടത്തിൽ ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ രാപ്പാള് ശ്രീകൃഷ്ണൻ ഭാഗവത പ്രിയനാണ് എന്ന് പറയാം. കാരണം പിന്നീട് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, പിന്നീട് അവിടെ നിന്നുള്ള ഗ്രോത്ത്, എൻ്റെ ഉയർച്ച മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഇന്ന് ഞാൻ മുംബൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരുപാട് ആളുകൾക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കാനുള്ള ഭാഗ്യം. പിന്നെ പുറത്തും ഗുരുനാഥൻ്റെ കൂടെ അമേരിക്കയിലടക്കം പോയി സപ്താഹം അറ്റൻഡ് ചെയ്യാനും പങ്കെടുക്കാനും
അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രാപ്പാൾ കൃഷ്ണൻ്റെ അനുഗ്രഹമാണ്. ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയം തന്നെയാണ് രാപ്പാൾ ശ്രീകൃഷ്ണൻ. എനിക്ക് കുറുമാലിക്കാവ് അമ്പലത്തിലെ കമ്മിറ്റി അംഗമാണ് ഞാൻ. അവിടെ ഒരു മാഷ് അവിടെ അമ്പലത്തിൽ റെസിറ്റ് ചെയ്താൽ ഞാനും കൂടി ഇരിക്കാറുണ്ട്. അങ്ങേരെ മകൻ്റെ കല്യാണം കഴിയാൻ വൈകിപ്പോയി. കുറേയധികം വിഷമിച്ച് കുറേയധികം അന്വേഷണം അത് കഴിയാണ്ടിരുന്നിട്ട് ഞാൻ ഈ അമ്പലത്തേക്ക് പറഞ്ഞു കൊടുത്ത് ഇവിടെ വന്ന് തൊഴുത് പോയി. അടുത്ത പിന്നത്തെ കൊല്ലം കല്യാണം കഴിച്ചു. ഇപ്പോൾ ഒരു കുട്ടിയായി സുഖമായിട്ട് കഴിയുന്നു. പിന്നെ ഈ തുറവിലെ ഒരു വീട്ടിൽ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചധികം കാലങ്ങളായി കുട്ടികളില്ലാണ്ട് ഇരുന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒരു പ്രസവത്തിൽ 2 കുട്ടികൾ. ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് നടയിരുത്തി ചോറ് കൊടുത്ത് തൊഴുതു പോയി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പഠിക്കാനായാലും ഇതിനൊക്കെ ഒത്തിരി ബാക്ക് പോയിപ്പോൾ ഞങ്ങൾ നാരായണനാമം ഇവിടെ എഴുതി അർപ്പിച്ചോളാം എന്ന് വിചാരിച്ച് ചെയ്തു. അപ്പോൾ ആ പ്രാവശ്യം നല്ല മക്കൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി. പിന്നെ വരുമ്പോഴെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വരില്ല, വല്ലപ്പോഴാണ് വരുള്ളൂ. വന്ന് തൊഴുമ്പോൾ നല്ല മനസ്സിനൊരു സമാധാനം കിട്ടുന്നൊരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ പലപ്പോഴും നടയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭഗവാന്റെ സോപാനം എന്തെങ്കിലും ഒരിക്കൽ പിച്ചള പൊതിഞ്ഞ് കാണണമെന്ന് ഒരാഗ്രഹം എനിക്ക് ഉണ്ടായി. അതിൽ ഒരു ദിവസം ഒരു സ്വപ്നം എന്ന പോലെ മനസ്സിൽ ഭഗവാൻ കാണിച്ചു തന്നത് പ്രമുഖ പ്രവാസി വ്യവസായി തോട്ടാപ്പള്ളി ശ്രീ വേണുഗോപാല മേനോനെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശ്രീ തോട്ടാപ്പള്ളി വേണുഗോപാല മേനോനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടി ക്ഷേത്ര ദർശനത്തിന് എത്തുകയും അദ്ദേഹത്തെ എൻ്റെ ആഗ്രഹം ബോധിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അദ്ദേഹം ഈ സോപാനം പിച്ചള പൊതിയുന്ന കലകളിൽ വിദഗ്ധനായ ശ്രീ ഉണ്ണിമേനോനെ വിളിച്ച് എത്രയും പെട്ടെന്ന് പണികൾ തുടങ്ങാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. എൻ്റെ ഈ സ്വപ്നം സഫലമാക്കി തന്ന രാപ്പാൾ തേവരോട് ഒരുപാട് കടപ്പാടുണ്ട്. എന്തൊരു കാര്യവും നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ നടത്തിത്തരുന്ന ഭഗവാനാണ്. ഇത് ആദ്യത്തെ അനുഭവമല്ല, ഇതിനു മുന്നും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പിച്ചള പൊതിയുന്നതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ മാസം അവസാനത്തോടെ പണി തീർത്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം ആദ്യവാരത്തോടുകൂടി ഇതിൻ്റെ സമർപ്പണം ഭഗവാന് സമർപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ വ്യാഴാഴ്ചകളും മുപ്പട്ട് വ്യാഴം, എല്ലാ മാസത്തിലെയും തിരുവോണം നാൾ എന്നിവ ഈ ക്ഷേത്രത്തിൽ അതിവിപുലമായി ആചരിച്ചു വരുന്നു. ഈ 30 വ്യാഴാഴ്ചകളിൽ ഈ ക്ഷേത്രത്തിൽ പ്രസാദമൂട്ടും, തിരുവോണ നാളിൽ ഈ ക്ഷേത്രത്തിൽ തിരുവോണമൂട്ടും അതിവിപുലമായി നടത്തി വരുന്നു. കൂടാതെ ഈ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതിക്കായി സർപ്പബലിയും നടത്താറുണ്ട്. അതുമാത്രമല്ല, ഭാരതത്തിൽ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങായ ഓത്തുകൊട്ട് അഥവാ യജുർവേദ പാരായണം ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. 6 വർഷത്തിലൊരിക്കലാണ് ഈ ക്ഷേത്രത്തിൽ യജുർവേദ പാരായണം നടത്താറുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാനെ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ്. അത് തന്നെ 30 വ്യാഴാഴ്ച വളരെയധികം പ്രാധാന്യവുമുണ്ട്. 30 വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച. ആ ദിവസവും ഗീതാപാരായണം, അതുപോലെ തന്നെ ബാക്കി എല്ലാ വ്യാഴാഴ്ചകളിലും നാരായണീയം പാരായണവും ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും കാർമ്മികത്വത്തിൽ തന്നെയാണ് അത് നടന്നു വരുന്നത്. ഇവിടെ ആ സമയത്ത് പ്രസാദോട്ട് മുതലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. വളരെയധികം ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. എന്ന് മാത്രമല്ല, ഈ മാസത്തിലെ തിരുവോണ ദിവസം ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഈ ദിവസം ബാലഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഭഗവാന്റെ. 2 കൈകളിലും വെണ്ണയുമായിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. ഈ തിരുവോണ ദിവസം സഹസ്രചതുരാക്ഷരി എന്ന പേരായിട്ടുള്ള ഒരു വിശിഷ്ട മന്ത്രം കൊണ്ട് ഭഗവാനെ പുഷ്പാഞ്ജലി നടത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനം എന്താണെങ്കിൽ, കുട്ടികളില്ലാത്തവർക്കും സന്താനങ്ങളില്ലാത്തവർക്കും സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതം അനുഭവിക്കുന്നവർക്കും ഏറ്റവും വലിയ പ്രതിവിധിയാണ് ഈ സഹസ്രചതുരാക്ഷരി മന്ത്രം. അതിന് ധാരാളം അനുഭവസ്ഥരും ഈ ഭക്തജനങ്ങൾ ധാരാളം ഉണ്ട്. അതുപോലെ എല്ലാ മാസങ്ങളിലും കഴിഞ്ഞ് ഭഗവാന്റെ അഷ്ടമരോഹിണി, ചിങ്ങമാസത്തിലെ അഷ്ടമരോഹിണി വളരെ വിശേഷപ്പെട്ടതാണ്. ഇവിടെ ഉച്ചയാവുമ്പോഴേക്കും ഭഗവാന് രാത്രി അർദ്ധരാത്രിക്കാണ് പൂജ. രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് പൂജ. ആ പൂജയ്ക്ക് ഇവിടെ എത്രയോ ആയിരക്കണക്കിന് അപ്പം
ഭഗവാന് നിവേദിക്കാനുണ്ട്. അത് ഉണ്ടാക്കൽ തുടങ്ങും. രാത്രി 12 മണി കഴിഞ്ഞിട്ട് പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് നിവേദ്യം എല്ലാവർക്കും, വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ അപ്പം മുതലായവ കൊടുത്തിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഭക്ഷണമുള്ളത്. വളരെ അപൂർവമാണ്. രാത്രിയിൽ, അർദ്ധരാത്രിയിൽ പൂജയുള്ള ക്ഷേത്രങ്ങൾ വളരെയധികം അപൂർവമാണ്. അങ്ങനെയൊരു ക്ഷേത്രമാണ് രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം. അപ്പോൾ അഷ്ടമരോഹിണി, ദധ്യന്നം, വ്യാഴാഴ്ചകൾ, പ്രതിഷ്ഠാദിനം ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, 5 കൊല്ലം കഴിഞ്ഞ് 6ാമത്തെ വർഷം ഓത്തുകൊട്ടെ എന്ന യജുർവേദ ഉപാസനായജ്ഞം ഇവിടെ നടക്കുന്നുണ്ട്. ഭാരതത്തിലെ 2 ക്ഷേത്രങ്ങളാണ് ഇപ്പോഴും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഉപാസനായജ്ഞം മുടങ്ങാതെ നടന്നു വരുന്നത്. ഒന്ന് ചേർപ്പിലെ മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രവും, 2 ഈ ക്ഷേത്രം രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രവുമാണ് ഇവിടെ അത് നടക്കുന്നത്. ഇത് ഏതാണ്ട് 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ യജ്ഞത്തിൽ വൈദികര്, ഭാരതത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള വൈദികരെല്ലാം വന്ന് വേദം 42 തവണയായിട്ട്, സംഹിത, പദം, കൊട്ടെ എന്ന രീതിയിൽ 42 തവണയായിട്ട് വേദം, നെയ്ക്കിണ്ടികൾ നിറച്ചു വെച്ചിട്ടുണ്ടാവും മുകളിൽ. അതിൽ ദർഭപ്പുല്ലുകൊണ്ട് അതിനെ സ്പർശിച്ച് ഈ വേദമന്ത്രങ്ങൾ മുഴുവൻ ആവാഹിക്കപ്പെട്ട ആ നെയ്യ് ഇത് കഴിഞ്ഞ അവസാനം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. വേദസംരക്ഷണാർത്ഥം, ലോകത്തിൻ്റെ, ഭാരതത്തിൻ്റെ പൈതൃക സംരക്ഷണാർത്ഥം, ആചാരാനുഷ്ഠാന സംരക്ഷണാർത്ഥം, ഭക്തജനഹിതാർത്ഥമാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ എല്ലാവിധ തെളിവുകളും ഭക്തജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് വളരെ സുവ്യക്തമാണ്. അതുപോലെ മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട, ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ഇവിടെ ഭക്തിപൂർവം, ആചാരാനുഷ്ഠാനപൂർവം ആചരിച്ച് വരാറുണ്ട്. ഇനി രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. കുംഭമാസത്തിലെ വെളുത്ത ദ്വാദശിക്ക് ആറാട്ട് വരത്തക്ക വിധം 7 ദിവസം മുൻപ് കൊടികയറി നടത്തുന്ന ഉത്സവമാണിത്. ഈ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാ വർഷവും കുംഭമാസത്തിൽ വെളുത്ത ദ്വാദശി ആറാട്ട് വരുന്ന ദിവസമാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ദേവൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ദുർഗാസങ്കല്പത്തിലുള്ള സഹോദരി ഭാവത്തിലുള്ള ഭഗവതിക്ക് പ്രത്യേകമായിട്ട് ദ്രവ്യകലശം ഉത്സവത്തിന് മുന്നോടിയായിട്ട് നടക്കുന്നുണ്ട്. ദ്രവ്യകലശം എന്ന് വെച്ചാൽ ചൈതന്യവർദ്ധനു വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് എന്നത് വ്യക്തമാണല്ലോ. അതുകൊണ്ട് ദേവിക്ക് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ദ്രവ്യകലശം നടത്തുന്നത്. എല്ലാ വർഷവും ഇവിടെ മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. ഭഗവതിയുടെ ദ്രവ്യകലശത്തിന് ശേഷം പിറ്റേ ദിവസം ഭഗവാന് സഹസ്രകലശം ഇവിടെ എല്ലാ വർഷവും നടന്നു വരുന്നുണ്ട്. ഉത്സവത്തിന് മുന്നോടിയായി സഹസ്രകലശം നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് ഈ ക്ഷേത്രമായി കാണപ്പെടുന്നു. സഹസ്രകലശം നടന്നതിന് ശേഷം അന്നേ ദിവസം കൊടി കയറി 8ാം നാൾ ആറാട്ടോടുകൂടി ഇവിടുത്തെ ഉത്സവ പരിപാടികൾ പര്യവസാനിക്കുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലുള്ള പോലെ ശ്രീബോധബലി, ഉത്സവബലി എന്നീ ചടങ്ങുകളും ഇതിനോടനുബന്ധിച്ച് നടക്കാറുണ്ട്. പള്ളിവേട്ടയ്ക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ദേശവലത്ത് എന്നുള്ള ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. ഭഗവാൻ ദേശത്ത് വലം വെച്ച് വരുന്ന ചടങ്ങാണ് ദേശവലത്ത്. അന്നേ ദിവസം ഭക്തജനങ്ങൾ എല്ലാവരും അവരുടെ വീടിന് മുന്നിൽ നിറപറ നിലവിളക്ക് വെച്ച് സ്വീകരിച്ച് ഭഗവാന് എതിരേറ്റ് ഭഗവാൻ തിരിച്ച് ദേശം വലത്ത് വെച്ച് തിരിച്ച് എഴുന്നള്ളുന്ന ഒരു പ്രത്യേക ചടങ്ങ് കൂടി ഇവിടെ ഉണ്ട്. ഉത്സവ നാളുകളിൽ സാധാരണ ഇവിടെ നിന്നുള്ള നാട്ടുകാർക്ക് പുറമേ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടി ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാറുണ്ട്. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെത്തി വെണ്ണക്കണ്ണനായ ഉണ്ണിക്കണ്ണനെയും മറ്റു ഉപദേവതകളെയും ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായി കരുതുന്നു. 2 കൈകളിലും വെണ്ണയും പിടിച്ച് സന്തോഷഭാവത്തിൽ വാണരുളുന്ന രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ഉണ്ണിക്കണ്ണന് നിവേദ്യവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭക്തരുടെ ഏതൊരാഗ്രഹവും കുസൃതിക്കുരുന്നായ ഈ ഉണ്ണിക്കണ്ണൻ സാധിച്ചു തരുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഈ ഭക്തവത്സലനായ രാപ്പാൾ ശ്രീകൃഷ്ണൻ്റെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി
അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി